നമസ്കാരം. ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏറെ വൈകിയാണെന്ന് മാത്രം. ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മറുനാടൻ്റെ പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അല്പം വൈകിയാണെങ്കിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മുഖ്യധാര ചാനലുകളിലോ പത്രങ്ങളിലോ ഒന്നും ഞാനിത് കണ്ടിരുന്നില്ല. പ്രാദേശിക ചാനലുകളിലും ഫോക്കസ് TV പോലുള്ള ഓൺലൈൻ ചാനലുകളിൽ മാത്രമായിരുന്നു ഇതിനു മുമ്പ് കണ്ടത്. ഇത് വളരെ പ്രസക്തമായിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് തുറന്നുവിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി ഭരണകാലത്ത് നമ്മുടെ നാട്ടിൽ ലഹരി എത്രമാത്രം ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണിത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ പണ്ടൊക്കെ മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഹരി പിന്നീട് കൊച്ചിയിലേക്ക് വന്നത് നമ്മൾ അറിഞ്ഞു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ലഹരി എത്താത്ത ഒരു ഗ്രാമം പോലുമില്ല. ലഹരിക്ക് അടിമയാകുന്നതോടെ അവരുടെ ഊർജം 10 ഇരട്ടിയായി വർദ്ധിക്കുന്നു. ഏത് കരുത്തിനെയും നിലത്തടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ലഹരി അവർക്ക് ആത്മവിശ്വാസം പകരുന്നു. അതിൻ്റെ ഭയപ്പെടുത്തുന്ന തെളിവാണ് കോട്ടയം ജില്ലയിലെ വാഴൂർ പാറാന്തോട്ടയിൽ സംഭവിച്ചത്. പരിചയമില്ലാത്ത 3-4 ചെറുപ്പക്കാർ ആ ഗ്രാമത്തിൽ വന്ന് ലഹരി ഉപയോഗിക്കുന്നു എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവർ വളരെ വയലൻ്റായി പെരുമാറിയതോടെ പിന്മാറുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് പലതവണ അവിടെ വന്ന് ഇവരെ പിടികൂടാൻ ശ്രമിച്ചു. ഈ സംഘത്തിൽ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം 3-4 ചെറുപ്പക്കാർ ഒരുമിച്ചെത്തുകയാണ്. എന്നിട്ട് ആരാടാ ഞങ്ങളെ ഒറ്റുകൊടുത്തത് എന്ന് ചോദിച്ച് നാട്ടുകാരെ വെല്ലുവിളിക്കുന്നു. ഒരാളെ വഴിയിലിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആക്രമിക്കപ്പെടുന്നു. ചോദിക്കാൻ വേണ്ടി എത്തിയ നാട്ടുകാരെയൊക്കെ എടുത്ത് ഓടയിലേക്ക് എറിയുകയാണ്. അതിഭീകരമായ ആക്രമണം. ഇതിനിടയിൽ ഇവർ വീട്ടിൽ കയറി നാട്ടുകാരെ തല്ലാൻ തുടങ്ങി. ചോദ്യം ചെയ്യാനായിട്ട് വലിയ ആൾക്കൂട്ടമുണ്ടായെങ്കിലും മിക്കവരെയും ഇവർ അതിക്രൂരമായി ആക്രമിച്ചു. നാട്ടുകാർക്ക് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഒടുവിലൊരു വലിയ വടം കൊണ്ടുവന്നാണ് ഇവരെ കെട്ടിവീഴ്ത്തിയത്. അതിനിടയിലും ഭീകരമായി ഇവർ നാട്ടുകാരെ മർദ്ദിച്ചു. 18-20 വയസ്സ് മാത്രം പ്രായമുണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളാണ് ഈ അക്രമമൊക്കെ കാണിച്ചതെന്ന് ഓർക്കണം. അതിൽ ചില ദൃശ്യങ്ങൾ കാണുക. നിന്നെ കണ്ടു വെച്ചേക്കുന്ന നിന്നെ വെളുത്തില്ല കേട്ടോ. മോന്താൻ പൊളിച്ചോ അവനെ എടുക്കും. നിന്റെ മുറ്റത്താണ് അമ്മയ്ക്ക് പിന്നെ നോക്കാൻ ഇവിടെ വന്ന് പിന്നെ നാട്ടുകാരനെ വെറുതെ പിടിച്ച് കെട്ടിയിടും. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് എങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും? നമ്മുടെ നാട്ടിലെ ഭയപ്പെടുത്തുന്ന അവസ്ഥയാണിത്. ഈ അവസ്ഥ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ നാട് ബാക്കിയുണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയെ നമ്മൾ സ്നേഹത്തോടെ ആദരിക്കുന്നത്. ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാനിലൂടെ ഇത്തരക്കാരെ മുഴുവൻ തൂത്തുവാരി ജയിലിലടച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ തന്നെ നശിച്ചു പോകും. ഈ രാജ്യത്തെ ഏറ്റവും അധികം ലഹരിക്ക് അടിമപ്പെട്ടവരുടെ നാടായി കേരളം മാറിക്കഴിഞ്ഞു.
എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച മതിയാവും. ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് എന്ത് ക്രൂരതയും കാണിക്കുന്നവരെ നേരിടാൻ പോലീസിന് പോലും ഭയമാണ്. അവരുടെ കയ്യിലിരിക്കുന്ന തോക്ക് ഉപയോഗിച്ചാൽ അവരുടെ പണി പോകും എന്നതുകൊണ്ട് അവർ പലപ്പോഴും ഇത്തരക്കാരോട് ഏറ്റുമുട്ടാൻ നിൽക്കാറില്ല. അങ്ങനെ അവർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ തെരുവ് മുഴുവൻ കീഴടക്കിയിരുന്നു. ആ കാലം അവസാനിപ്പിച്ചേ മതിയാവൂ എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തുന്ന ഓപ്പറേഷൻ തൂഫാനെ നമ്മളും പിന്തുണച്ച മതിയാവൂ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഫോക്കസ് ടിവിയുടെ ലേഖകനോട് നാട്ടുകാർ പറഞ്ഞ ചില വാക്കുകൾ കൂടി കേൾക്കുക. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പോലീസ് വരാറുണ്ട് ഇവരെ അന്വേഷിച്ച്. അത് മാത്രം നമുക്കറിയാം. അല്ലാണ്ട് ഇവരിവിടെ താമസിക്കുന്ന ആളുകളെ അല്ല. നമുക്ക് ഇവിടെയുള്ള ആളുകൾക്കാർക്കും ഇവരെ അറിയത്തുമില്ല. ഒരു കാരണവുമില്ലാതെ ഇവിടെ വന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം അടിഞ്ഞാടുകയായിരുന്നു അവരിവിടെ ചെയ്തത്. ഈ വീട്ടിൽ കയറി വന്ന് എന്നെ അടിച്ചു. എന്നെ അടിക്കുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ അറിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അടിച്ചു. ഇനി എനിക്കിട്ട് അടി എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഒരു സിനിമയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു അടി എന്ന് പറയുന്നത്. അത് തല മരച്ചു പോയി ഒരടിക്ക്. അതുപോലത്തെ ഒരു അടിയാണ് അടിച്ചത്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മനോജ്, പിന്നെ അതുപോലെ എല്ലാ ആളുകളെയും അതിക്രൂരമായ രീതിയിലാണ് അവർ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങളറിയാതെ പിന്നെ ഞാൻ കൃത്യം 6:31 ആയപ്പം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതാണ്. അവരന്നേരം പറഞ്ഞ് കാഞ്ഞിരമറ്റത്താണ് അവർ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് 8 മണിയോടുകൂടിയാണ് പോലീസ് ഇവിടെ വരുന്നത്. അത്രയും സമയം അവരിവിടെ താണ്ഡവം ആടുകയായിരുന്നു. നമുക്ക് വരുന്ന ആളുകളെ മുഴുവൻ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 8 മണിക്ക് ശേഷമാണ് ഒരു 100-100ഓളം പേര് ഇവിടെ കൂടുകയും നാട്ടുകാർ ഈ വഴിയെ വന്നവരും ഇത് അറിഞ്ഞ് ഇങ്ങനെ ഇത്രയും മണിക്കൂറുകളായിട്ട് ഈ സംഭവം നടക്കുന്ന അറിഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും എല്ലാം കൂടി ഇവരെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒരുപാട് നാട്ടുകാർക്ക് പരിക്കുണ്ടല്ലേ? പരിക്കുണ്ട്. ആ കൂട്ടത്തിലാണ് എനിക്കും പരിക്ക് കിട്ടിയത്. ഇവനെ കാരണമായി മർദ്ദിക്കുന്നുണ്ട് ചോദിക്കാൻ ചെന്നതാണ്. അന്നേരം ആ കൂട്ടത്തിലാണ് എനിക്കും മർദ്ദനം കിട്ടിയത്. കൈക്ക് പട്ടി കഷ്ണത്തിന് ഇവനിട്ട് അടിച്ചടി എനിക്കിട്ട് തടഞ്ഞപ്പം കൊണ്ടതാണ്. ഇവരുമായിട്ട് യാതൊരു മുൻവൈരാഗ്യങ്ങളോ ഇവരെ കണ്ടുപരിചയമോ അങ്ങനെ ഒരു ഇതുമില്ല. അതിൻ്റെ അകത്ത് ഒരു പയ്യനെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇതിലെ പോകുന്നതായിട്ട് അറിയാം. അവരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉള്ളതല്ല. ഒരു 22-23 വയസ്സൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള പിള്ളേരാണ് ഇവരുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ മർദ്ദിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവർ ഒന്നും പറയുന്നില്ല. ഒന്നും പറയാതെ അവരുടെ ആ എന്തോ ഒരു എനർജിയിൽ എല്ലാം അങ്ങ് ചെയ്തു പോവുക, കാട്ടിക്കൂട്ടുകയാണ്. ഈ 4 പേരാണ് ഇത്രയും നാട്ടുകാരെ മുഴുവൻ മർദ്ദിച്ചത്. ഈ 4 വേറെ ആരുമില്ല. 4 പേര് ഓരോ ടൈം ഓരോ രീതി അവർക്കൊരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ അങ്ങ് മർദ്ദിച്ച് അങ്ങ് പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭീകര കയ്യിൽ മാരകായുധങ്ങളുണ്ടായിരുന്നു. മാരകായുധങ്ങളൊന്നുമില്ല. കട്ട അവിടെ കിട്ടുന്ന കട്ട, കല്ല്, വടി, ഇത് ഇപ്പൊ കണ്ടില്ലേ, വടി കണ്ടില്ലേ? ഇവിടെ കിട്ടുന്ന വടിയും പട്ടികയും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ മർദ്ദിക്കാൻ. അപ്പോഴത്തേനും നീയാണാ പോലീസിന് ഇതെല്ലാം പാസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ തൊട്ട് ഒന്നും ഓർമ്മയില്ല. അടിയെന്ന് പറഞ്ഞാൽ ചേട്ടാ പെട്ടെന്നുള്ള ഒരു സൈക്കിൾ ഒത്തുപോലെ അടി. പിന്നെ നമുക്ക് കുറേയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്ക് തന്നെ ഇത് എന്തിനാ നമ്മൾ ഈ അടി കൊള്ളുന്നത്? നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ 4 പേരെന്ന് പറഞ്ഞാൽ ഒരാൾ കഴിയുമ്പോൾ ഒരാൾ വരുന്നു. ജീവനോടെ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെടും. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടു? ലഹരി എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതിങ്ങനെയൊക്കെ ഇത് ഭയങ്കര ഞാൻ ഇതിൽ നിന്ന് ഇത് മാറ്റം എനിക്ക് വന്നിട്ടില്ല. ഇഞ്ചപ്പരുവെന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഒരു മനുഷ്യനെ വിടുക എന്ന് പറയുന്നത് വളരെ